ചെറിയ പ്രായം തൊട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നന്നായി പഠിക്കണം എന്നുള്ളതായിരിക്കും. ഒരു 18 വയസ്സ് വരെ നമ്മുടെ സ്കൂൾ ജീവിതത്തിൻ്റെ കാലയളവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, നല്ല റാങ്ക് വാങ്ങണം എന്നൊക്കെ ആയിരിക്കും. അതിനുശേഷം കോളേജിലേക്ക് പോയി അടുത്ത 3 വർഷം കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ജോലി നേടിയെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നന്നായി പഠിച്ച് ഒരുപാട് മാർക്കൊക്കെ വാങ്ങി അതിനുശേഷം വളരെ സെറ്റിലാവുന്ന ഒരു ജോലി നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്നാണ് മൊത്തത്തിലുള്ള സമൂഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്നാൽ എന്തിനാണ് ഇത്തരത്തിൽ ജോലി നേടണം എന്നുള്ള ഒരു നിർബന്ധം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. നമ്മളോട് നല്ലൊരു ജോലി നേടണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരുപാടധികം പണം സമ്പാദിക്കാൻ സാധിക്കുകയും അതിലൂടെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം സെറ്റിലായ അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള ഫ്രീഡമുള്ള ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുമെന്ന ഒരു തോന്നലാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് സത്യമല്ല എന്നുള്ളതാണ്. വസ്തുതാപരമായി നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൻ്റെ 20 വർഷത്തോളം ജനിച്ചപ്പോൾ തൊട്ടുള്ള 20 വർഷത്തോളം അയാളുടെ സ്കൂളിലും കോളേജിലുമായി സ്പെൻഡ് ചെയ്യുകയും ഇത്തരത്തിൽ അയാളുടെ ജീവിതം മുഴുവൻ വിദ്യാഭ്യാസത്തിൻ്റെ പുറകെ പോവുകയും ചെയ്യുന്നു. അതിനുശേഷം അയാളൊരു ജോലിയിലേക്ക് കയറുന്നതിന് ശേഷം പിന്നീട് അടുത്ത 30-40 വർഷം, ഒരുപക്ഷെ 50 വയസ്സ് വരെ അല്ലെങ്കിൽ 60 വയസ്സ് വരെയൊക്കെ അയാളുടെ ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ജോലി ചെയ്ത് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അയാൾ ഒരുപാട് പണം സമ്പാദിക്കുമായിരിക്കാം, എന്നാൽ പോലും അയാൾ യഥാർത്ഥത്തിൽ അയാളുടെ ലൈഫിൽ ഫ്രീഡം എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് പണമുണ്ട് അല്ലെങ്കിൽ ഒരുപാടധികം സമ്പന്നരായി ജോലിയിൽ ഒരുപാടധികം ശമ്പളമൊക്കെ നേടി ഒരുപാടധികം പണം സേവ് ചെയ്തു എന്നതുകൊണ്ട് ഒരു വ്യക്തിയും ഫിനാൻഷ്യലി ഫ്രീ ആവുന്നില്ല. നമ്മൾ നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ശമ്പളമുള്ള ഉയർന്ന ഒരു ജോലി എന്ന സ്വപ്നത്തിന് പകരം നമ്മൾ ചേസ് ചെയ്യേണ്ടത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ് എന്ന കാര്യം പലപ്പോഴും നമ്മുടെ മുൻ തലമുറകൾ മറന്നുപോയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാടധികം പണം സമ്പാദിക്കാൻ സാധിച്ചെങ്കിലും ഒരിക്കലും അവർക്ക് ആ ഫിനാൻഷ്യൽ ഫ്രീഡം എന്താണെന്ന് അനുഭവിക്കാനോ അത് അച്ചീവ് ചെയ്യാനോ സാധിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ തലമുറയിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അധികം ആളുകൾ അവരുടേതായ ജീവിത രീതിയിലൂടെ ജീവിക്കുകയും അവരുടെ സന്തോഷം നിറഞ്ഞ അതുപോലെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ പണം സമ്പാദിക്കുകയും അതിലൂടെ അവരൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനായി സഹായിക്കുന്ന 6ഓളം ബിസിനസ് ഐഡിയാസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് വെഡ്ഡിംഗ് പ്ലാനർ എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ, അതായത് പ്രത്യേകിച്ചും ഇന്ത്യൻ സമൂഹത്തിൽ വിവാഹം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ജോലിയൊക്കെ നേടിയതിനു ശേഷം തീർച്ചയായിട്ടും ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജീവിതത്തിൽ കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വിവാഹ ബിസിനസ്സുകൾക്ക് യാതൊരുവിധ പന്നവുമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഏറ്റവും അധികം ആളുകൾ പണം സ്പെൻഡ് ചെയ്യുന്നത്, ഈവൻ ജീവിതത്തിൽ ഏറ്റവും അധികം പണം അവർ സമാഹരിക്കുന്നത് പോലും സ്വന്തം വിവാഹത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയോ ആയിരിക്കും. ഇത്തരത്തിൽ ഒരുപാടധികം പണം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഒക്കേഷൻ കൂടിയാണ് വിവാഹം എന്ന് പറയുന്നത്. നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു മൈൻഡ് സെറ്റിനെ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് കാണാൻ സാധിക്കും. കാരണം ഒരു വിവാഹത്തിന് വേണ്ടി ആളുകൾ എത്ര പണം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാടധികം ഇൻസ്റ്റൻസുകൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു വെഡ്ഡിംഗ് പ്ലാനിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഈവൻറ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരു വെഡ്ഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു ബിസിനസ്സായിട്ട് മാറുകയും മാത്രമല്ല ഈ ഒരു ബിസിനസ് വളരെ നല്ല രീതിയിൽ സ്കെയിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കാരണം വിവാഹം എന്ന് പറയുന്നത് യൂണിവേഴ്സലായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെയും അല്ലെങ്കിൽ ലോകത്തിലെവിടെയും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വെഡ്ഡിംഗ് പ്ലാനിംഗ് കമ്പനി കൊണ്ടുപോയി സ്കെയിൽ ചെയ്യാനും അവിടെ സെറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ടീം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് സംയോജിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പൊട്ടൻഷ്യൽ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണ് വെഡ്ഡിംഗ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് യൂട്യൂബ് ബിസിനസ് തന്നെയാണ്. ലോകത്തിൽ ആകമാനം 2.51 ബില്യൺ മന്ത്ലി ആക്റ്റീവ് യൂസേഴ്സാണ് 2023 യൂട്യൂബിനുള്ളത്. മാത്രമല്ല ഡെയിലി യൂസേഴ്സിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 122 മില്യൺ ഡെയിലി ആക്റ്റീവ് യൂസേഴ്സാണ് യൂട്യൂബിനുള്ളത്. ഓരോ മിനിറ്റിലും 500 മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോസാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൻ്റെ ഗ്ലോബൽ വാച്ച് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ 250 മില്യൺ ഓരോ ദിവസവും കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. റഫ്ലി 5 ബില്യൺ വീഡിയോസാണ് യൂട്യൂബിൽ ഒരു ദിവസം കാണപ്പെടുന്നത്. മാത്രമല്ല 50 മില്യണിൽ പരം യൂട്യൂബ് ചാനലുകൾ ഓൾറെഡി എക്സിസ്റ്റിംഗുമാണ്. അതുപോലെ ഇന്ത്യൻ GDPയിൽ
10,000 കോടി രൂപയോളം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂട്യൂബേഴ്സിൻ്റെതാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും പലർക്കുമുള്ള സംശയമാണ്, എന്നാലും യൂട്യൂബൊക്കെ തുടങ്ങണമെങ്കിൽ ക്യാമറയും ലൈറ്റിങ്ങും അതുപോലെ മൈക്കും കുറേ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ, എഡിറ്റിംഗ് പോലുള്ള ആപ്ലിക്കേഷൻസൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ എന്നൊക്കെ. എന്നാൽ നിങ്ങൾ നിലവിൽ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളൊരു സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു യൂട്യൂബർ ആവാൻ സാധിക്കും എന്നുള്ളതാണ്. ബേസിക്കായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ കുറച്ചധികം സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് പോകെ പഠിച്ചെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏതൊരു യൂട്യൂബറും സാക്ഷ്യപ്പെടുത്തുന്നത്. യൂട്യൂബ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തേത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കോണ്ടന്റ് എന്താണെങ്കിലും അതിന് മിനിമം ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആളുകളിലേക്ക്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടന്റ് തന്നെ ഡെലിവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു വീഡിയോ ഇട്ടതിന് ശേഷം പിന്നീട് 2-3 മാസം കഴിഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും യൂട്യൂബിൻ്റെ ആൽഗോരിതം നിങ്ങൾക്ക് ഫേവറബിളായ രീതിയിൽ നിങ്ങളുടെ ചാനലിനെ ബൂസ്റ്റ് ചെയ്യുകയില്ല. മറിച്ച് ഒട്ടനേകം യൂട്യൂബ് ചാനലുകൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ഒരു ആസന്ന മൃത്യു അല്ലെങ്കിൽ ഒരു അകാല മരണം സംഭവിക്കും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂട്യൂബിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ഐഡിയ എന്താണെന്ന് കൂടി കേട്ടു നോക്കുക. മൂന്നാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് കോണ്ടന്റ് ക്രിയേഷൻ ആണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പണ്ട് കാലത്തായിരുന്നെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടധികം റീസർച്ചൊക്കെ ചെയ്ത് ഒരുപാട് അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അതിൻ്റെ ഒരു ക്യൂറേറ്റ് ചെയ്തൊക്കെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കുകയാണ്. ChatGPT, Bard AI തുടങ്ങിയിട്ടുള്ള കമാൻഡ് പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിഷ്ടമുള്ള സ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കോണ്ടന്റുകൾ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നു. മാത്രമല്ല അത് നല്ല രീതിയിൽ ക്യൂറേറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ നല്ലൊരു യൂട്യൂബ് കോണ്ടന്റ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് നമുക്ക് പോസ്റ്റ് ചെയ്യാനായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് നമ്മുടെ വർക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. യൂട്യൂബിംഗ് താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ടുന്ന AI ടൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ChatGPT ആണ്. രണ്ടാമത്തേത് Bard AI ആണ്. മൂന്നാമത്തേത് Copy.ai. നാലാമത്തേത് Synthesia. അഞ്ചാമത്തേത് Adobe Podcast. ഈ പറയുന്ന ടൂൾസ് എല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബർ ജേർണിക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയൊക്കെ സഹായകമായിരിക്കും. നാലാമത്തെ ഐഡിയ എന്ന് പറയുന്നത് ഓൺലൈൻ കസ്റ്റം ഗിഫ്റ്റ് സ്റ്റോറാണ്. കോവിഡ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മുടെ എല്ലാം സുഹൃത്തുക്കളൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഹോബി ബിസിനസ് എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കസ്റ്റം ഗിഫ്റ്റ് സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ പേജൊക്കെ നമ്മളോട് ഫോളോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഇത് വെറും ഒരു ഹോബി ബിസിനസ്സായി മാത്രം കാണാതെ വളരെ സീരിയസ് ആയി കൊണ്ടുപോയ സുഹൃത്തുക്കളും ചിലപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. അവർ ഇതിനെ നല്ല രീതിയിലുള്ളൊരു വരുമാന മാർഗ്ഗമായിട്ട് കൊണ്ടുപോവുകയും നല്ല രീതിയിലുള്ളൊരു പാസീവ് ഇൻകം അവർക്ക് ഈ പറയുന്ന ഓൺലൈൻ സ്റ്റോറിൽ നിന്നും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഗിഫ്റ്റ് സ്റ്റോർ നമുക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കും. കാരണം ഇന്നത്തെ ആളുകൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു കാര്യമാണ് മറ്റുള്ളവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വെഡ്ഡിങ്ങുകൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ സമയത്ത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതൊരു സ്പെഷ്യൽ ഒക്കേഷനും, ഈവൻ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ പോലും വേണ്ട എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോഴത്തെ ഒരു ഗിഫ്റ്റ് കൾച്ചർ എത്തി നിൽക്കുന്നത്. ഇത്തരത്തിൽ വളരെയധികം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഓൺലൈൻ കസ്റ്റം ഗിഫ്റ്റ് സ്റ്റോർ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിലേക്കുള്ള ഒരു പൊട്ടൻഷ്യൽ ബിസിനസ്സായിട്ട് അത് വളരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു കാര്യത്തിലും നമ്മൾ കാണിക്കേണ്ട രണ്ട് കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഗിഫ്റ്റിൻ്റെ ക്വാളിറ്റിയാണ്, രണ്ടാമത്തേത് കൺസിസ്റ്റൻസിയാണ്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതൊരു സക്സസ്ഫുൾ ബിസിനസ് വെഞ്ചറായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അഞ്ചാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് ബിസിനസ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനു മുൻപ് ഫ്രീലാൻസിങ് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവാം. ഫ്രീലാൻസർ വെബ്സൈറ്റ്സിനെ പറ്റിയും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കാം. എന്നാൽ ഫ്രീലാൻസർ എന്താണെന്ന് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ആവശ്യമുള്ള ആൾക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കുകയും അതിന് പകരമായിട്ട് നമുക്ക് ഒരു കമ്മീഷൻ വാങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ നല്ലൊരു വീഡിയോ എഡിറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എഡിറ്റിംഗ് സ്കിൽസ് ഉള്ള നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. മറിച്ച് നിങ്ങളൊരു കമ്പനിയിൽ ഒരു ഫുൾ ടൈം വീഡിയോ എഡിറ്ററായി വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പണം നിങ്ങൾക്ക് ഫ്രീലാൻസിങ്ങിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം
നിങ്ങൾക്ക് ലോകത്താകമാനമുള്ള ഏതൊരു വ്യക്തിയുമായിട്ടും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന എമൗണ്ടിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഫ്രീലാൻസിങ് ബിസിനസ്സിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. ഒരു 9 to 5 ജോബിൻ്റെ കെട്ടുപാടുകൾ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാനും എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഒരു കൺവെൻഷണൽ ജോബിനേക്കാൾ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് തരം ഫ്രീലാൻസിങ് ആണ് ചെയ്യാൻ പറ്റുക എന്നൊന്നും നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീലാൻസിങ് വെബ്സൈറ്റ്സ് ആയിട്ടുള്ള ഫൈവർ, അതുപോലെ അപ്വർക്ക്, freelancer.com തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റുകൾ തീർച്ചയായും സന്ദർശിച്ച് നോക്കുക. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ നിങ്ങളുടെ തന്നെ ഒരു നല്ലൊരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുന്നതിലൂടെ ആളുകൾ ഇങ്ങോട്ടേക്ക് തേടി വരാൻ തുടങ്ങുകയും നിങ്ങളെ അപ്രോച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു എമൗണ്ട് പേയ്മെൻറ്റായി ചെയ്യാൻ തയ്യാറാവുകയും നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. 6ാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ഡ്രോപ്പ് സർവീസിംഗ് ആണ്. പലപ്പോഴും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രോപ്പ് സർവീസിംഗ് എന്താണെന്നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഡ്സും റവന്യൂസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അതൊന്നും കണ്ടിട്ടില്ല അല്ലെങ്കിൽ എന്താണ് ഡ്രോപ്പ് സർവീസിംഗ് എന്ന് അറിയില്ല എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതെന്താണെന്ന് മനസ്സിലാക്കാം. ഡ്രോപ്പ് സർവീസിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിക്ക് അവർക്കൊരു സെയിൽസ് ടീമിന് ആവശ്യമാണ്. എന്നാൽ അവർക്കൊരു സെയിൽസ് ടീമിനെ മൊത്തമായി ഹയർ ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു സെയിൽസ് ടീമിന് അല്ലെങ്കിൽ ഒരു സെയിൽസ് കമ്പനിയുമായിട്ട് അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ സെയിൽസ് സർവീസിന് ഈ പറയുന്ന കമ്പനിക്ക് വേണ്ടി പ്രദാനം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇത്തരത്തിൽ ആ 2 കമ്പനീസിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയും അതിനകത്ത് നമുക്ക് നല്ലൊരു കമ്മീഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ പണ്ട് കാലത്ത് ഈ ബ്രോക്കർമാരൊക്കെ ചെയ്തിരുന്ന പണി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാമെങ്കിലും വളരെ നല്ല രീതിയിലുള്ളൊരു വരുമാന മാർഗമായിട്ട് ഡ്രോപ്പ് സർവീസിംഗ് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ ഉദാഹരണം എന്ന് പറയുന്നത് സെയിൽസുമായി ബന്ധപ്പെട്ട ഒരേ ഒരു സ്കില്ല് മാത്രമാണ്. ഇത്തരത്തിൽ ഒരു ഡ്രോപ്പ് സർവീസിംഗ് കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാടധികം സ്കിൽസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സെയിൽസിന് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ HR-ന്, ഫിനാൻസിന്, അക്കൗണ്ടിങ്ങിന് തുടങ്ങി ഒരുപാടധികം സ്കിൽസ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, അതുപോലെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം മേഖലയിലേക്ക് നമുക്ക് ഇതിനെ വിപുലീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഡ്രോപ്പ് സർവീസിങ്ങിൻ്റെ ഗുണം. മാത്രമല്ല ഡ്രോപ്പ് സർവീസിംഗ് എന്ന് പറയുന്നത് ഏറ്റവും അധികം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാസീവ് ഇൻകം സ്ട്രാറ്റജി കൂടിയാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ലോകത്താകമാനം ഡ്രോപ്പ് സർവീസിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ ആളുകൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അതിനും നല്ല രീതിയിലുള്ള 6 ഡിജിറ്റ് അതുപോലെ 7 ഡിജിറ്റ് വരുമാനം വരെ ആളുകൾ ഡ്രോപ്പ് സർവീസിങ്ങിലൂടെ നേടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, പ്രത്യേകിച്ച് മുടക്ക് മുതലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന 6ഓളം ബിസിനസ് ഐഡിയാസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു.